ഈ പണിയൊക്കെ അവസാനിപ്പിച്ച് കോൺഗ്രസ്സിൽ ചേർന്നാലോ എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല. വേറൊന്നുമല്ല, ഇന്നാളൊരിക്കൽ പരിചയപ്പെട്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു, ജോലി എന്താണ്? എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഇയാൾ പറയുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണെന്ന്. അയാൾ തന്നെ അത് അയാളെ ജോലിയായിട്ട് വിചാരിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ വണ്ടറടിച്ച് നിന്നപ്പോഴാണ് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വിഷയം വെളി വന്നത്. ഒരു നാട്ടിലെ ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച് അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ മറിച്ച് അതിൽ 30 ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസ് എം പിക്കും 7 ലക്ഷം രൂപ മാത്യു കുഴലിനും കൊടുത്തെന്ന്. ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയതിനെ പറ്റി ചോദിച്ചപ്പോൾ കുഴലേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് പരിശോധിക്കാം, ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല, വേണമെങ്കിൽ അത് പരിശോധിച്ചോളൂ എന്ന്. അപ്പം തന്നെ ഈ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വന്നു, പൈസ വാങ്ങിയത് അങ്ങേര് കയ്യിലാണെന്ന്. ഇജാതി കോൺഫിഡൻസ് ആയിരുന്നു, ആര് വേണമെങ്കിലും എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോന്നൊക്കെ. കള്ളൻ. ഇത് സ്കൂട്ടർ, തയ്യൽ മെഷീൻ ആദ്യമായവ വച്ചുള്ള പറ്റിപ്പ്. ഇത് കണ്ട് ഇൻസ്പയർഡായി BJP തുടങ്ങിയിട്ടുണ്ട്. വയ്ക്കത്ത് പകുതി പൈസയ്ക്ക് ഇനി എല്ലാ വീട്ടിലും സോളാർ എന്നും പറഞ്ഞൊരു പദ്ധതി. പൈസ കൊടുത്തവരൊക്കെ ഇപ്പൊ സോളാർ വരുമെന്നും പ്രതീക്ഷിച്ച് സൂര്യദേവനെ പ്രാർത്ഥിച്ച് മാനത്ത് നോക്കിയിരിക്കുകയാണെന്നാണ് കേട്ടത്. എന്നാലും ഈ കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും തല ആലോചിക്കണേ. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ചെയ്യാൻ വയ്യ, ബിസിനസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഒരു ഇനിഷ്യൽ എമൗണ്ട് ഒന്നും ഇടാൻ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നേരെ പോയി ഏതെങ്കിലും ലോക്കൽ നേതാവിനെ കാണണം. എന്നിട്ട് നമുക്കൊരു പദ്ധതി തുടങ്ങിയാലോ എന്ന് ചോദിക്കണം. എന്നിട്ട് ഇതുപോലെ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, സോളാർ, കോഴി, താറാവ്, ആട്ടുംകുട്ടി എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കിട്ടുന്ന പൈസയാണെങ്കിൽ പപ്പാതി. എങ്ങനെയുണ്ട്? കൈ നനയാതെ പൈസക്കാരനാവണോ? ജോയിൻ കോൺഗ്രസ് ഓർ BJP.